ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെലലിനിങ്. അനഗംസാണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ടും ഇരിക്കില്ലേ. പരീക്ഷ ഇതാ എത്തിപ്പോയില്ലേ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് മിസ്സിനറിയാം. എന്നാലും പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇടവേളകളിൽ പൊടി തട്ടി എടുക്കണം അല്ലേ. അപ്പൊ ഇന്ന് മിസ് അത്തരത്തിൽ പൊടി തട്ടാനാണ് വന്നത്. നമ്മൾ എക്സാമിന് സാധാരണഗതിയിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിക്കുന്ന ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിനാണ് നമ്മളെ പരീക്ഷയുടെ ഏറ്റവും മാർക്കുള്ള ക്വസ്റ്റ്യൻ ഇത് എസ്സേ ക്വസ്റ്റ്യൻ അത് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ കംപ്ലീറ്റ് അല്ല, ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. മക്കളെ, ഏതാണ് ആ ചാപ്റ്റർ? സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡ്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം എന്താണ് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത്? നമുക്ക് യുദ്ധങ്ങളും കോൺഫ്ലിക്റ്റുകളും സ്ട്രഗിൾസും ഇതൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ അല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, ഭയങ്കര സെക്യൂർഡ് ആയിന്ന് നമുക്ക് പറയാൻ പറ്റൂലേ. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സെക്യൂർഡ് ആയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, വേണമെന്ന് വെച്ച് ചെയ്യുന്നല്ല. സൊസൈറ്റിയിലെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത്, ചൂഷണം ചെയ്യുന്ന സമയത്ത് നമുക്ക് നീതി കിട്ടാൻ വേണ്ടി കോൺഫ്ലിക്റ്റും സ്ട്രഗിൾസും ഒക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തതാണ്. ബിക്കോസ് ഒരു ഹ്യൂമൻ ബീയിങ് ആകുമ്പോൾ അവിടെ നമുക്ക് ബേസിക് നെസസിറ്റിയും റൈറ്റ്സും ഒക്കെ വേണം. ഇത് ഈ ഒരു റൈറ്റ്സും കാര്യങ്ങളും നമ്മൾ ഡിനേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് തരാതിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഒരു നാണയത്തിന് 2 കോയിനാണ് വാറും അതേപോലെ തന്നെ പീസ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും സമാധാനമുള്ള സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം അല്ലേ. എപ്പോഴും പ്രശ്നങ്ങളും സെക്യൂർഡ് അല്ലാത്ത സ്ഥലത്ത് ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല അല്ലേ. അപ്പം എപ്പോഴും സെക്യൂർഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഇതിലൂടെ എന്ത് ചെയ്യാം, സുരക്ഷ ബിൽഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അല്ലേ. പീസ് ത്രൂ സെക്യൂരിറ്റി അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ സമാധാനത്തിലൂടെ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, സെക്യൂരിറ്റി നോഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതല്ല എസ്സേ ക്വസ്റ്റ്യൻ. അടുത്തത് മിസ് ഡിസ്കസ് ചെയ്യുന്നതാണ് എസ്സേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. നമ്മുടെ സെക്യൂരിറ്റി നോഷനെ നമുക്ക് 2 എണ്ണമായിട്ട് തരംതിരിക്കാം. ഒന്ന് ട്രഡീഷണൽ നോഷനും ഒന്ന് നോൺ ട്രഡീഷണൽ നോഷനും. അതിൽ ട്രഡീഷണൽ നോഷനെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ എന്നും ഇന്റേണൽ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മക്കൾ ഇതേപോലെ ഒന്ന് പഠിച്ചു വെക്കാം. പരീക്ഷയ്ക്ക് നമ്മളിങ്ങനെ വാദോരാതെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് കാര്യമില്ലടാ. ഇതേമാതിരി നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് വരച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് അവിടുന്ന് കിട്ടും. അപ്പം എന്താ പറഞ്ഞത്, സെക്യൂരിറ്റി നോഷനെ 2ആയിട്ട് തരംതിരിക്കുന്നു. ട്രഡീഷണൽ എന്നും നോൺ ട്രഡീഷണൽ എന്നും. ട്രഡീഷണലെ വീണ്ടും എക്സ്റ്റേണൽ എന്നും ഇന്റേണൽ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ഭീഷണി, ലൈക്ക് നമ്മുടെ യുദ്ധങ്ങൾ അല്ലേ, പുറത്തു നിന്ന് വേറൊരു രാജ്യത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, അത് നമുക്ക് എക്സ്റ്റേണലിൽ പറയാം. ആ സമയത്ത് നമ്മുടെ ഒരുപാട് കോർ വാല്യൂസ് അതിലൂടെ പോയി പോകും മക്കളെ. സോവേണിറ്റി, പരമാധികാരം ഉണ്ടാവില്ല, സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഒരു ടെറിറ്റോറിയൽ ഇൻറ്റഗ്രിറ്റി, ഇതൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെറ്റ്സ് നടക്കുന്ന സമയത്ത് ഉണ്ടാകില്ല. ഇനി ഇന്റേണൽ എന്ന് പറയുന്നതോ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. നമ്മളെ ഓരോ സിവിൽ വാറ്, അതേപോലെ തന്നെ എത്നിക് കോൺഫ്ലിക്റ്റ്, വംശങ്ങളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, കമ്മ്യൂണൽ റയോട്ട്സ്, കാസ്റ്റ് ബേസ് ഉള്ള കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ എന്താ, രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇന്റേണൽ ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ട്രഡീഷണൽ പഠിച്ചു. ഇനി നോൺ ട്രഡീഷണലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഹ്യൂമൻ സെക്യൂരിറ്റിനെ കുറിച്ചും ഗ്ലോബൽ സെക്യൂരിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഇത് രണ്ടിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മനുഷ്യന്മാരെയാണ്. സാധാരണഗതിയിൽ ബാക്കിയൊക്കെ നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? മനുഷ്യന്മാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിലേതൊക്കെ വരുന്നു? പോവേർട്ടി, എപ്പിഡമിക്സ്, നാച്ചുറൽ കലാമിറ്റി, ടെററിസം, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുന്നു. മക്കളെ, നേരത്തെ അതായത് നമ്മൾ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ചേഞ്ചസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഇവിടെയുള്ള പ്രശ്നങ്ങൾ പോവേർട്ടി ആയിക്കോട്ടെ, എപ്പിഡമിക്സ് ആയിക്കോട്ടെ, നാച്ചുറൽ കലാമിറ്റി ആയിക്കോട്ടെ, ടെററിസം ആയിക്കോട്ടെ, ഇനി ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സോൾവ് ചെയ്യാൻ വേണ്ടി
സാധിക്കത്തുള്ളൂ. ഇനി മക്കളെ, ഫാക്ടേഴ്സ് ഓഫ് ട്രഡീഷണൽ സെക്യൂരിറ്റിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ഡിറ്ററൻസ്, രണ്ടാമത്തെ ഡിഫൻസ്, മൂന്നാമത്തത് ബാലൻസ് ഓഫ് പവർ, നാലാമത്തത് അലയൻസ് ബിൽഡിംഗ്. സോ നമ്മൾ സെക്യൂരിറ്റി നോഷൻസ് അവിടെ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളെ എസ് എ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇതാണ് പരീക്ഷയ്ക്ക് മിസ്സ് പറഞ്ഞ എസ് എ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് നിസ്സാരമാണെന്ന് വിചാരിച്ച് കഴിഞ്ഞ വട്ടം പഠിക്കാതെ പോയ ഒരുപാട് ബിരുദന്മാരുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, മക്കളെ ഇതൊന്ന് വായിച്ചു വിട്ടേക്ക് വായിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ലേ. ഇതിൻ്റെ ഹെഡിങ് മക്കളെ വായിച്ചാൽ മതി. ടെററിസം, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഗ്ലോബൽ പോവേർട്ടി, മൈഗ്രേഷൻ, എപ്പിഡമിക്സ്, എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ, ഇതിൻ്റെ ഹെഡിങ് പഠിച്ചാൽ മതി. ഓരോന്നിൻ്റെ താഴെ ഒരു 5 പോയിന്റ്സ് എഴുതാനുള്ള ബുദ്ധി വിവരമൊക്കെ നമുക്കുണ്ട്. നമ്മളതൊക്കെ അറിയാം. നമ്മൾ ചുറ്റുപാടുകൾ കാണുന്നതാണ്, വാർത്തകൾ വായിക്കുന്ന ആളുകളാണ്. സോ ഒബ്വിയസ്ലി അതിന് അണ്ടർലൈൻ ചെയ്തേണ്ട എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം ടെററിസം എന്ന് പറയുന്ന സമയത്ത് നോക്കിക്കേ, നമുക്കറിയാം ഇവിടെ ഏതെങ്കിലും ഒരു സിവിലിയനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണമെന്ന് വെച്ച് ഡെലിബറേറ്റ്ലി ചെയ്യുന്നതാണ് ഈ ടെററിസം എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഒരു ടെററിസം വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നമുക്ക് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അല്ല, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നമുക്ക് അവിടെ പറയാൻ വേണ്ടി സാധിക്കില്ലേ. ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെ അറ്റാക്ക് ചെയ്യാണ് ശ്രമിക്കുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് പല ആളുകളും പല രീതിയിലായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ഒരു ഏരിയ മുഴുവൻ ഹൈജാക്ക് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പ്ലെയിൻസ്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 9/11 ഇൻസിഡൻറ്റിലൊക്കെ നമ്മൾ പ്ലെയിൻസ് ഹൈജാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബോംബിടുക, ട്രെയിനിൽ ബോംബിടുക, പിന്നെ ക്രൗഡഡ് ആയിക്കുന്ന മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെ പോയി ബോംബിടുക, ഒരുപാട് മനുഷ്യരെന്ത് ചെയ്യും അവിടുന്ന് സ്പോട്ടിൽ തീരൂലേ. സോ ഇതേ രീതിയിലൊക്കെ ടെററിസം നടക്കുന്നുണ്ട്. ഇതേ രീതിയിലും വേറെ പല രീതിയിൽ നടക്കുന്നുണ്ട്. ഒരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം ടെററിസത്തിൻ്റെ താഴെ ഒരു 5 പോയിന്റ്സ് നമ്മൾ എഴുതി വെക്കാം. അപ്പം നമ്മൾ ചുറ്റുപാട് നടന്ന 9/11 ഇൻസിഡൻറ്റ് എക്സാമ്പിൾ ചെയ്താൽ, പിന്നെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമുക്കത് അവിടെ എഴുതാം. ഇനി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു ആസ് എ ഹ്യൂമൻ, ഒരു ഇൻഡിവിജ്വൽ, ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടതാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ്. പക്ഷെ അതിലെന്താണ് പല രീതിയിലുള്ള വയലേഷൻ. റോഡിൽ കൂടെ പോകാൻ പറ്റില്ല, ആൾക്കാർ ഇടിച്ച് നമ്മളെ കൊല്ലുക, അത്രയും ഒരു സുരക്ഷ പോലും നമുക്കില്ല അല്ലേ. നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് തന്നെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. നമ്മളിപ്പം റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ മൃഗങ്ങളും ആക്രമിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തെരുവ് പട്ടി ശല്യം കൂടി. ഇപ്പം മിസ് വരുന്ന സമയത്തൊക്കെ, രാവിലെ ലൈവിന് വരുന്ന സമയത്തൊക്കെ എന്തോരം പട്ടികളെ റോട്ടിലുണ്ടാവുക. കടിച്ചുരുട്ടിക്കഴിഞ്ഞാൽ തീർന്നു. നമുക്കൊരു ബേസിക് ആയിട്ട് റോട്ടിൽ കൂടെ നടക്കാമെന്ന് പറയുന്ന പോലും അവകാശമില്ല. ഇതൊക്കെ അതിൽ പെടാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്മളെ പൊളിറ്റിക്കൽ റൈറ്റ്സ്, വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് പലരും കൊടുക്കുന്നില്ല. എക്കണോമിക് റൈറ്റ്സ്, ജോലി ചെയ്തിട്ട് അതിന് ജോലിക്ക് തുല്യവേതനല്ല കിട്ടുന്നത്. മെന്നിനൊരു പൈസയും വിമണിനൊരു പൈസയും. അതേപോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം പോലും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ സിവിൽ റൈറ്റ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, മിസ് ഇങ്ങനെ പറയുന്നത് പോലെ പറയാൻ അവകാശമില്ല. ഇതൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അല്ലേ. ഓക്കെ, അടുത്തത് ഗ്ലോബൽ പോവേർട്ടി. എത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഭവമാണ് ഗ്ലോബൽ പോവേർട്ടി. എന്തുകൊണ്ടാണ് മക്കളെ ലോകത്ത് ദാരിദ്ര്യം കൂടിക്കൊണ്ടേ വരുന്നത്? ലോ ഇൻകം, അതായത് നമ്മളെ സാധനങ്ങൾ കുത്തനെ വില കയറുകയാണ്. ആ വിലയോട് മീറ്റ് ചെയ്യാനുള്ള പൈസ നമുക്ക് കിട്ടുന്നില്ല. അധ്വാനിച്ച് പൈസ കിട്ടുന്നില്ല. ഉള്ള പണിയോ കുറച്ച് ആളുകൾക്ക് മാത്രം ജോലി, എല്ലാവർക്കും ജോലി ഉണ്ടോ? ഇല്ല. അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഇക്വാലിറ്റി, പല രീതിയിൽ കുറച്ച് ആളുകൾ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ പല മോശകരമായ അനുഭവങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചുറ്റുപാടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പോവേർട്ടി ദിനം പ്രതി കൂടി വരുന്നത്. ഒന്നെങ്കിൽ നമ്മൾ സാധനങ്ങളുടെ വില കുറയണം. ഇത് നല്ല രീതിയിൽ വില കൂടും ചെയ്യാൻ നമ്മളെ സാലറി ഇൻകം വളരെ കുറവായിട്ടും. അങ്ങനെയായാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെ ഓരോ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത് ഗ്ലോബൽ പോവേർട്ടിയിലേക്ക് എത്തിക്കുന്നത്. മൈഗ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതൊരു ചില്ലർ പ്രശ്നം. പക്ഷെ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൈഗ്രേഷൻ വലിയൊരു പ്രശ്നം. മക്കളെ, ബംഗ്ലാദേശ് വാറിൻ്റെ മുൻപേ 80 ആ ഒരു കണക്ക് 80 ലക്ഷമാണ്, 80,000. അത്രയും ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, പണ്ടേ ദുർബലൻ പിന്നെയും ഗർഭണം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു പിടിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് ആര് വരികയാണ്, ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ വരികയാണ്. നിക്കക്കള്ളി ഇല്ല എന്ന് പറഞ്ഞിട്ട്, അവിടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആകെ കുറച്ച് സോഴ്സസ് നമ്മളെ കയ്യുള്ളൂ. അപ്പം നമ്മളും കൂടി വീതിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല, കൊടുക്കാൻ താല്പര്യമില്ല. നമ്മളൊന്ന് കെട്ടിപ്പടുത്ത് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമല്ല, അതും ഒരു കാരണമാണ്. നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യാൻ, ഈസ്റ്റ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് ബംഗ്ലാദേശിന് ഫ്രീഡം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മളെ ആർമീനെ പറഞ്ഞു വിട്ടിട്ടാണ് ഈസ്റ്റ് പാകിസ്ഥാനിൽ വെസ്റ്റ് പാകിസ്ഥാനിലെ ആളുകളൊക്കെ മാറ്റിയിട്ട്
അവർക്ക് എന്ത് ചെയ്ത് കൊടുത്തത്, സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളേലേ ഒന്നുമില്ല, അവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു രീതി നമുക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും ഏതൊരു അതായാലും ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ മൈഗ്രേഷൻ പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റിലേക്ക് വരും, നമ്മളെ കോൺഫ്ലിക്റ്റ് സംഭവിക്കും, ലൈവ്ലിഹുഡ് നഷ്ടപ്പെടും. പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലീസ് ആർ ഫോഴ്സ് ടു മൈഗ്രേറ്റ്. പലപ്പോഴും താല്പര്യമില്ലാഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വലിനെ വേറൊരു സ്ഥലത്തേക്ക് പോകുക. ഫാമിലീസ് ഇപ്പോൾ മൈഗ്രേഷൻ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കുടുംബത്തിന് കൂടെ തന്നെ നമ്മൾ പല ഏരിയകളിലായിട്ട് നമ്മൾ മാറിപ്പോകേണ്ട സിറ്റുവേഷനിലേക്ക് വരുന്നു. ഒരു നാഷൻ്റെ ബോർഡർ കഴിഞ്ഞ് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെയുള്ള ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയി പോവാണ്, പല സ്ഥലങ്ങളിലേക്ക് ചിന്നിച്ചിതറി പോകുന്ന ഒരു സിറ്റുവേഷൻ മൈഗ്രേഷൻ കാരണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ എപ്പിഡമിക്സ്. ഈ എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്യൂരിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത്. ഈ HIV, കോവിഡ്, സാസ്, അതേപോലെ H1N1 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ കേരളത്തിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പേപ്പർ വായിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ചുറ്റുപാടുള്ള ന്യൂസുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഏറ്റവും കൂടുതൽ 2 ജില്ലകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. HIV പേഷ്യൻസിന്, HIV ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. പണ്ടൊക്കെ എപ്പോഴെങ്കിലും വരുന്നൊരു സംഭവം, മിസ് എൻ്റെ ഓർമ്മയിൽ 2014 ക്ലാസ് ഒരു HIV ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തൊരു ക്യാമ്പിന് സൗഹൃദ ക്ലബ്ബ്, ഇപ്പോൾ സ്കൂളുകളുണ്ടോയെന്ന് അറിയില്ല, അതിന് അറ്റൻഡ് ചെയ്ത സമയത്ത് HIV കുറിച്ചൊക്കെ പറയുമ്പോൾ അത് 2015, ആ 2015 2025 വന്ന് 26 വന്നപ്പോഴത്തേക്ക് ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ വൻ തോതിലാണ് HIV പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതേപോലെ കോവിഡ്, ഇപ്പം നമുക്കിപ്പം ട്രെൻഡായിട്ട്, ഇപ്പോൾ എല്ലാത്തിനും ട്രെൻഡാണല്ലോ, ട്രെൻഡായിട്ട് നമുക്ക് പറയാം ചിക്കൻ ബോക്സ്. ഇന്നത്തെ കണക്ക് പറയാം 4000 എത്രയോ ചില്ലാനൊക്കെ രാവിലെ അരുൺകുമാർ ന്യൂസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അത്രത്തോളം എണ്ണം അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ടതാണ്. സോ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയത്, അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇത് കൺട്രോൾ ചെയ്യൂ. കോവിഡ് വരുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം നോക്കിക്കോളാറ് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം നമുക്ക് മരുന്നുമ്പോൾ ഒറ്റയ്ക്ക് കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല, അല്ല, പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ പല ആളുകളും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷൻ ദിനം പ്രതി നടക്കുന്നുണ്ട്, പൊല്യൂട്ടഡ് ആവാണ്, വെള്ളമില്ല, ഡിഫോറസ്ട്രേഷൻ നടക്കുന്നു, ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തണുപ്പ് കാലത്ത് ചൂടും, ചൂട് കാലത്ത് തണുപ്പും, മഴ പെയ്യുമ്പോൾ പെരുത്ത വെയിലും വരുന്ന സമയത്ത് മഴയും, അങ്ങനെയൊക്കെയാണ് മാറുക. ഇപ്പോൾ വേനൽക്കാലം നേരത്തെ വന്നിട്ടുണ്ട്, സ്വതവേ മാർച്ച് ഏപ്രിൽ ആവുമ്പോൾ വേനൽക്കാലം നേരത്തെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, ഫ്ലഡ്, ഡ്രൗട്ട്സ്, വരൾച്ച, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ കോഓപ്പറേറ്റീവ് സെക്യൂരിറ്റി സ്ട്രാറ്റജിയിലൂടെ മാത്രമേ ഈ ടൈപ്സ് ഓഫ് ത്രെഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഈ ഒരു എസ്സേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ആയില്ലേ, അടിപൊളിയായിട്ട് എഴുതല്ലേ, ഓക്കെ അല്ലേ? അപ്പം മക്കളെ, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മക്കൾക്ക് ഇതുപോലെ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് വേണമെങ്കിലോ, അല്ലെങ്കിൽ മിസ് ഇതൊന്ന് ചെയ്താൽ നന്നായിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മിസ് എന്തായാലും അതുമായിട്ടായിരിക്കും അടുത്തത് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. അപ്പോൾ ബൈ ഡിയേഴ്സ്, ആൻഡ് ഒന്നുകൂടെ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. പരീക്ഷ നമുക്ക് തകർക്കണം, അത് നമ്മളല്ലെങ്കിലും തകർക്കും. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.